സ്വർഗ സൗന്ദര്യം ആസ്വദിച്ചവളാണ് പരിശുദ്ധ മറിയം. അമ്മയെ കൂടെ ചേർത്ത യോഹന്നാൻ സ്വർഗത്തിലെ മുഴുവൻ കാഴ്ചകൾ കണ്ടത് മറിയത്തെ കൂടെ ചേർത്തപ്പോഴാണ്. നമുക്കും കുഞ്ഞു യോഹന്നാനെ പോലെ മറിയത്തെ കൂടെ ചേർക്കാം, സ്വർഗീയ സൗന്ദര്യം ആസ്വദിക്കാം. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാതയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ എൻ സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും മെയ് മാസത്തിൻ്റെ 31-ാം ദിവസത്തിലാണ് ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ അഭിനന്ദിക്കുകയാണ്. ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ, അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ശുശ്രൂഷയാക്കിയിട്ട് ഈ മാതൃപാതയത്തെ മാറ്റിയതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രോഗ്രാമിലൂടെ കടന്നുപോയ എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏതാണ്ട് അരമണിക്കൂർ നേരമുള്ള പ്രോഗ്രാമാണ് 31 ദിനരാത്രങ്ങൾ മുടങ്ങാതെ പങ്കെടുത്തത്. ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, പരിശുദ്ധ അമ്മ, ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വചനത്തിൻ്റെ ആണെങ്കിലും ഞാനിങ്ങനെ വചനം തിരുവചനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമൊക്കെ നമ്മുടെ ശാലോമിലൊക്കെ ചെയ്യാറുണ്ട്. അത് വളരെ എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ 20-25 മിനിറ്റ് നേരം അത് 2 ദിവസം കൊണ്ട് 4 ടോക്കുകളൊക്കെ എടുത്ത് പോരുന്ന ഒരു ശുശ്രൂഷയൊക്കെയായിരുന്നു. അതൊക്കെ നമുക്ക് വളരെ എളുപ്പമുള്ളതാണ്. പക്ഷേ ഇത് 31 ദിവസം ഏതാണ്ട് കുറേ അധികം പേരുടെ വിയർപ്പിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ, ഇതിന് അവസാനമായിട്ട് ഈ 31-ാമത്തെ ദിവസം ഇത്രയും കാര്യം ചെയ്തതിന് എന്താണ് ഞങ്ങൾക്ക് തരാം? അപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മളിങ്ങനെ നമ്മുടെ അമ്മമാരോടൊക്കെ പറയാം, അമ്മ ഞാൻ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എനിക്ക് തരാം? സാധാരണ നമ്മളിങ്ങനെ സ്കൂളിൽ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്, അമ്മ ഞാൻ ഈ 25 ദിവസം നന്നായി പള്ളിയിൽ പോവാം, അമ്മ എനിക്ക് എന്താ തരാം? അപ്പോൾ അമ്മ തരുന്നൊരു ഗിഫ്റ്റ് ഉണ്ട്. 25-ാമത്തെ ദിവസം ഈ ക്രിസ്മസിൻ്റെ അന്ന് എനിക്കൊരു പാക്കറ്റ് ബലൂൺ മേടിച്ചു തരും. ചെറിയും സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കും. ഇതുപോലെ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ എനിക്ക് ഈ 31 ദിവസത്തിൻ്റെ ശുശ്രൂഷ നടത്തുമ്പോൾ എൻ്റെ ഇടവകയിലുള്ള ഈ മക്കൾക്കും ഇതിനു വേണ്ടി അധ്വാനിച്ചവർക്കും ഇത് കാണുന്നവർക്ക് എന്താ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്നേഹമുള്ളവർ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, മോനെ ഒരു തിരുവചനം എടുക്കുന്നീയേ. ഞാൻ ചോദിച്ചു, ഏത് തിരുവചന? പരിശുദ്ധ അമ്മ പറഞ്ഞു, കൊറിന്തോസുകാരുടെ ലേഖനം എടുക്കാൻ പറഞ്ഞു. 2 കൊറിന്തോസ് അതിൻ്റെ ലാസ്റ്റ് 13-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം വായിക്കാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ബൈബിള് ഇതെടുത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടോക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വചനം എടുക്കണം. 31 ദിവസം ഇതിൽ മുടങ്ങാതെ പങ്കെടുത്തവരോട് പരിശുദ്ധ അമ്മ തിരുവചനത്തിലൂടെ തന്നിട്ട് പറയുകയാണ്, ഈ വചനം വായിക്കാൻ പറ, നീ ആ വചനം വായിക്കുക. അപ്പൊ സ്നേഹിതരെ, എനിക്ക് അത്ഭുതം തോന്നിയത് അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തിരുവചനം എങ്ങനെയാണ്? അവസാനമായി. അപ്പൊ എനിക്ക് ആ വാക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ല, ഇത്രയും അധ്വാനിച്ചതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്ന പോലെയാണ് പരിശുദ്ധ അമ്മ പറയണത്, അവസാനമായി. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയാണ്, 31-ാം ദിവസം അവസാന ദിവസമാണ്. നീ ഇതിനൊക്കെ പങ്കെടുത്ത എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ്, അവസാനമായി സഹോദരരെ സന്തോഷിപ്പിൻ. പരിശുദ്ധ അമ്മ പറയാണ്, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വർഗത്തിൻ്റെ സന്തോഷം ഞാൻ നൽകും. ആരൊക്കെ ഈ വചനം കേൾക്കുന്നുണ്ടോ അവരുള്ളിൽ ഇങ്ങനെ സ്വീകരിച്ചോ. അമ്മയുടെ അടുത്ത് ജപമാല ചൊല്ലി അരമണിക്കൂർ നേരം വണക്കമാസ പ്രാർത്ഥനകൾ, വണക്കമാസത്തിൻ്റെ സംഭവങ്ങൾ, വണക്കമാസത്തിൻ്റെ പാട്ടുകൾ, വിശുദ്ധ കുർബാന, ജപമാല ചൊല്ലി നീ 31 ദിവസം ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ പറയാണ്, എൻ്റെ സഹോദരങ്ങളെ, അമ്മയുടെ പ്രിയ മക്കളെ, നിങ്ങളെ ഞാൻ സന്തോഷിപ്പിക്കും. ഇന്നേ വരെ കാണാത്ത സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെ നീ കടന്നു പോവും.
അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു മുരുക്കൻ പിതാവിനെ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാലോൺ ടി വിയിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ മുരുക്കൻ പിതാവിൻ്റെ ഒരു പ്രോഗ്രാം വരിക. അപ്പോൾ മുരുക്കൻ പിതാവിനെ നമുക്കറിയാം. മുരുക്കൻ പിതാവ് പാലാ രൂപതയുടെ അഭിമന്യ പിതാവായിട്ട് കൊച്ചു പിതാവായിട്ട് നിൽക്കാം. അപ്പോൾ ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ വെളിപ്പെടുത്തൽ കിട്ടിയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ സന്യാസ ജീവിതത്തിന് പോവാം. അവിടെ പോയിരുന്നു കഴിഞ്ഞിട്ട് പിതാവ് പറയുന്ന ചില ഷെയറിങ്ങുകളാണ് എന്നോട് കാണാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ പിതാവ് പറയായിരുന്നു, പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞിട്ട് പിതാവ് 1-2 എക്സാമ്പിൾ പറഞ്ഞു. ഒന്നാമത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ട് പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛനായി കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ, ആദ്യത്തെ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമുള്ള പള്ളിയിൽ ചെല്ലണം. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് ജപമാല ചൊല്ലിയിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ കുറേ ത്യാഗങ്ങൾ എടുക്കുന്നുണ്ട്, കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് സന്തോഷത്തിൻ്റെ താക്കോല് തരണം കേട്ടോ. അങ്ങനെ പറഞ്ഞ് സ്നേഹമുള്ളവരെ, അപ്പോയിൻമെന്റിന്റെ സമയത്ത് അഭിമന്യ പിതാവിനെ കൊച്ചച്ഛനായിട്ട് തെരഞ്ഞെടുക്കുന്നത് കുറുവലങ്ങാട് എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ദേവാലയത്തിന്റെ അസിസ്റ്റന്റ് വികാരിയായിട്ട് തെരഞ്ഞെടുത്തിട്ട് പരിശുദ്ധ അമ്മ ചിരിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്നെ സന്തോഷിപ്പിക്കണ അമ്മയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം പിതാവ് ഷെയർ ചെയ്തിട്ട് പറയാ, ആരൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി സമയം, കഴിവ്, ആരോഗ്യം, അവരുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു, അവർക്കൊക്കെ ഈ പിതാവിന് കിട്ടിയതുപോലെയുള്ള സന്തോഷത്തിന്റെ വഴി തുറന്നു കൊടുക്കും. എന്നിട്ട് പിതാവ് പറയാണ്, അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ അത്ര ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പിതാവ് പറയായിരുന്നു, ഒരു ദിവസം പിതാവിനെ കാണാനായിട്ട് ഒരു മോൻ വന്നിട്ട് പറഞ്ഞു, പിതാവേ ഞങ്ങളുടെ വിളയൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവാ, ചെറിയ ചെറിയ പ്രാണികൾ വന്ന് വിള മുഴുവൻ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പിതാവിനോട് പറഞ്ഞു, വെള്ളം വെഞ്ചിരിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, വെള്ളം വെഞ്ചിരിച്ചിട്ട് എന്തിനാണ്, കീടനാശിനി അടിക്കുകയല്ലേ വേണ്ടേ, കീടനാശിനി അടിക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് വെള്ളം വെഞ്ചിരിക്കുകയല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പിതാവ് ഈ മനുഷ്യനെ കളിയാക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ നീ അവനെ നിരാശപ്പെടുത്തരുത്, നീയും നിരാശപ്പെടരുത്, നീ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആ വെള്ളം വെഞ്ചിരിച്ചു കൊടുത്തേ. പിതാവ് പറയായിരുന്നു, ആ വെള്ളം ഞാനിങ്ങനെ വാങ്ങി പരിശുദ്ധ മറിയം പറഞ്ഞതനുസരിച്ച് ഞാനിങ്ങനെ വെഞ്ചിരിച്ചിട്ട് ചാഴിപ്പൂഴി വസന്ത കേടുകൾ കൃഷിനാശങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ ഈ വെഞ്ചിരിച്ച വെള്ളം ഈ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്താ പറയുക, അത്യധികം സന്തോഷത്തോടെ തിരിച്ചു വന്നു. ബൈബിൾ അങ്ങനെ ഒരു വചനമുണ്ട്, അത്യധികം സന്തോഷത്തോടെ എന്ന് പറയുന്ന രീതിയിൽ ഇദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാവെ കുറച്ചും കൂടെ വെള്ളം വെഞ്ചിരിക്കാൻ തരുമോ? ചോദിച്ചത് എന്തിനാ? അതേ, പിതാവ് തന്ന വെള്ളം തെളിച്ച സ്ഥലങ്ങളിലെല്ലാം ആ സ്ഥലത്തെ വിളവുകളിൽ നിറച്ച് 100 മേനി ഫലം കിട്ടി. പക്ഷെ ഇനിയും കുറച്ച് ഭാഗമുണ്ട്, അവിടേക്ക് തെളിക്കാൻ വെള്ളമില്ല, അവിടെ തെളിക്കാനായിട്ട് തീർത്ഥജലമില്ല. പിതാവ് വെഞ്ചിരിച്ചു തരുന്നെന്ന് പറഞ്ഞിട്ട് പിതാവിൻ്റെ കയ്യിൽ ഇത് കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈ പിതാവിനെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നീ വെഞ്ചിരിച്ചപ്പോഴല്ല, നീ എന്നെ കൂട്ടുപിടിച്ച് വെഞ്ചിരിച്ച് കഴിഞ്ഞ വെള്ളത്തിന്റെ പവർ നീ മനസ്സിലാക്കുക, നിന്റെ ജീവിതത്തിൽ ആനന്ദിപ്പിക്കണം അമ്മയാന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പിതാവ് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന സമയത്ത് എന്നോട് പറയാണ്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മെയ് മാസത്തിന്റെ പുണ്യം നുകർന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളോട് പറയേ, അവസാനമായി നീ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടും. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുന്നവർക്ക്, ഏക മനസ്സായിരിക്കുന്നവർക്ക് നവീകരണത്തിൻ്റെ ഒരു അനുഭവം കൊടുക്കും. നവീകരിക്കപ്പെടും നമ്മുടെ ജീവിതം. ഇങ്ങനെ നമ്മൾ പറയില്ലേ, വിത്ത് വിതയ്ക്കാനായിട്ട് കർഷകൻ ആ മണ്ണ് ഉഴുകുന്നത് പോലെ, നല്ല ഉഴുത മണ്ണിലാണ് നല്ല വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ പോലെ നിന്റെ ജീവിതത്തിൽ ഒരു നവീകരണത്തിന്റെ അനുഭവം. ആരൊക്കെ ഈ വചനം കേൾക്കണോ, അല്ലെങ്കിൽ ആരൊക്കെ ഈ ശുശ്രൂഷയിൽ അമ്മയെ സ്നേഹിക്കുന്നു, അവരുടെ ജീവിതം ഇങ്ങനെ നവീകരിക്കപ്പെട്ട ജീവിതവും ഒക്കെ പുതിയത്, ടോട്ടലി ഫ്രഷ് എന്ന് അറിയില്ലേ, അങ്ങനെ ഒരു സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുമ്പോൾ എനിക്കൊന്നും പുതിയത് എഴുതാൻ പറ്റാറില്ല. എഴുതിയ വിഷയം തന്നെ വീണ്ടും വീണ്ടും എഴുതുന്ന പോലെ ഓരോ പുസ്തകം എഴുതുമ്പോൾ അയ്യോ ഇതെന്താണ്, ഇത് എഴുതി തന്നെയാണല്ലോ മാറ്റർ. പക്ഷെ അമ്മയെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ സ്നേഹമുള്ളവരെ പുതുമ നിറഞ്ഞ കാര്യങ്ങൾ, പുതിയ എക്സ്പ്ലനേഷനുകൾ, ബൈബിളിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ ഞാൻ വിചാരിക്കും 31 ടോക്ക് എടുക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല. കാരണം എനിക്ക് മരിയോളജിയിൽ ഡോക്ടറേറ്റ് ഇല്ല. ഒരു കാര്യത്തിലും ഇതിനെക്കുറിച്ചുള്ള ആധികാരിക പഠനങ്ങൾ എൻ്റെ കയ്യിലില്ല സ്നേഹമുള്ളവരെ. ആകെയുള്ള പഠനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ അമ്മ വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങൾ മാത്രമാണ്. പരിശുദ്ധ അമ്മ ഈ ദിവസങ്ങൾ എന്നോട് പറഞ്ഞു, മോനെ നിന്നെ നവീകരിക്കും, നീ അമ്മയോട് കൂടെ നിന്ന അമ്മ തരുന്ന നവീകരണത്തിൻ്റെ പ്രോസസ്സിലൂടെ നീ കടന്നു പോവും. പുതിയ രാഗങ്ങൾ, പുതിയ താളങ്ങൾ, പുതിയ പ്രഭാഷണ പരമ്പരകൾ നിന്റെ ജീവിതത്തിൽ അവൾ ഒരുക്കും. മൂന്നാമത്തെ കാര്യം പറയണത് ഇങ്ങനെയാണ്, നിന്റെ ജീവിതത്തിൽ ചുംബനങ്ങളുടെ മധുരം നുകരും. അങ്ങനെ തിരുവചന ഭാഗം അവസാനിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ പറയാണ്, എൻ്റെ കുഞ്ഞുങ്ങളോട് പറയണം ഇനി അമ്മയുടെ രൂപത്തെ ചുംബിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി, സന്തോഷം ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നവീകരണത്തിൻ്റെ അനുഭവം കിട്ടും. ചുംബിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാത്ത രീതിയിലുള്ള
മേഖലയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ പറയണത് അമ്മയുടെ രൂപത്തിന് ചുംബിക്കണം. മെയ് മാസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് അമ്മയ്ക്ക് ഇങ്ങനെ പൂക്കൾ കൊണ്ട് മണമുള്ള പൂക്കളാൽ പൂമാല ചാർത്താം, മെയ് മാസറാണിയാം അമ്മയെ വണങ്ങാം. അമ്മയെ വണങ്ങുന്നത് നീ ഇനി പൂക്കൾ വെച്ച് അമ്മയെ ചുംബിച്ച് തുടങ്ങി ജീവിച്ചു തുടങ്ങാം. ഞാൻ അതെൻ്റെ ജീവിതത്തിൽ കണ്ട സംഭവമാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു രൂപമുണ്ട് എൻ്റെ റൂമിൽ. ഞാൻ എൻ്റെ ഫോണിലൊക്കെ എടുത്തു വെച്ചിരുന്നത് അങ്ങനെയാണ്. പരിശുദ്ധ അമ്മയെ ചുംബിച്ചിട്ട് ഇറങ്ങുന്ന പ്രവർത്തനങ്ങളൊക്കെ സ്നേഹമുള്ളവർ സ്വർഗം ചുംബിക്കുന്ന രീതിയിൽ മാറ്റുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ 31 ദിവസവും പരിശുദ്ധ അമ്മയുടെ വചനങ്ങൾ കേട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച നിങ്ങളെല്ലാവരെയും, ശാലോൺ ടി വിയിലുള്ള എല്ലാ പ്രേക്ഷകരെയും പരിശുദ്ധ മറിയം വഴി യേശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സംഭവം. വിശുദ്ധ ഗ്രീഞ്ഞോൻ ദെ മോൺഫോർട്ട് ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജപമാലയെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ ഒരു ജപമാല ഭക്തൻ തസ്കര സംഘത്തിൻ്റെ കരങ്ങളിൽപ്പെട്ടു. തസ്കര സംഘം അദ്ദേഹത്തിൻ്റെ പണം തട്ടിയെടുത്തതിന് ശേഷം അദ്ദേഹത്തെ വധിക്കുവാനൊരുങ്ങി. മരണത്തിന് മുൻപ് 15 മിനിറ്റ് സമയം പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. അവർ അനുവദിച്ചു. ജപമാല ഭക്തൻ ഉടൻ തന്നെ കൊന്തയെടുത്തു ജപമാല ആരംഭിച്ചു. അയാൾ ജപമാല ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരിയായൊരു സ്ത്രീ അയാളുടെ പക്കൽ വന്ന് ഒരു റോസാപുഷ്പം അയാളെ ധരിപ്പിക്കുന്നതായി തസ്കര സംഘ നേതാവ് കണ്ടു. അത് പരിശുദ്ധ കന്യക തന്നെയായിരുന്നു. തൽഫലമായി അവർ ആ യാത്രക്കാരനെ നിരുപാധികം വിട്ടയച്ചു. അയാളിൽ നിന്ന് അപഹരിച്ച പണവും തിരിച്ചു കൊടുത്തു. ഇതുപോലെ നാം എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവ്വം ജപിക്കുമെങ്കിൽ ദിവ്യജനനിയുടെ പരിലാളന നമുക്കും ലഭിക്കുമെന്നത് നിസ്തർക്കമാണ്. പ്രത്യേകിച്ചും നാരകീയ ശത്രുവിൻ്റെ അഭിയോഗങ്ങളിൽ നിന്നും മറിയം നമ്മളെ രക്ഷിക്കും. പ്രാർത്ഥന. പരിശുദ്ധ കന്യക മറിയമേ, അങ്ങ് ഞങ്ങളുടെ സംഗീതമാണ്. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗമികമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അമലോദ്ഭവ കന്യകയെ, ഞങ്ങൾ ഈശോമിശിഹായ്ക്കും നിനക്കും ഉള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു. എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ, ബുദ്ധി, മനസ്സ്, ശരീരം എന്നിവയെയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ. എന്നെ എല്ലാ പാപങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ദൈവപ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേകൈശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ.
ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത ജപം. ദൈവജനത്തിന് മാതാവായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മെയ് മാസപ്പൂവേ, സ്വർഗം ചാർത്തിയൊരഴകി